അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തരായ രണ്ട് പ്രസിഡന്റുമാർ എബ്രഹാം ലിങ്കണും ജോൺ എഫ് കെന്നഡിയും. ഇവരുടെ ജീവിതം ഒരു നൂറ്റാണ്ടിന്റെ കൃത്യമായ ഇടവേളയിൽ വരച്ചു ചേർത്ത ഒന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യാദൃച്ഛികതകൾക്കപ്പുറം ചരിത്രം തന്നെ സ്വയം ആവർത്തിച്ച ഒരു വിചിത്രമായ ടൈം ലൂപ്പ്. നമുക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് തുടങ്ങാം. എബ്രഹാം ലിങ്കൺ കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1846. കൃത്യം 100 വർഷങ്ങൾക്ക് ശേഷം 1946 കെന്നഡിയും കോൺഗ്രസിലെത്തി. ലിങ്കൺ പ്രസിഡന്റായി അധികാരമേറ്റത് 1860. അവിടെയും 100 വർഷത്തിന്റെ കൃത്യത. കെന്നഡി വൈറ്റ് ഹൗസിൽ എത്തുന്നത് 1960. രണ്ടുപേരും പൗരാവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ചുനിന്നു. ലിങ്കൺ അടിമത്തത്തിനെതിരെ പോരാടിയപ്പോൾ കെന്നഡി വർണ്ണവിവേചനത്തിനെതിരെ ശബ്ദമുയർത്തി. അവർ അമേരിക്കയുടെ മനസാക്ഷിയെ മാറ്റിമറിച്ച വിപ്ലവകാരികളായിരുന്നു. പേരിന്റെ അക്ഷരങ്ങളിൽ പോലും സാമ്യം. രണ്ടുപേരുടെയും സർനെയിമുകളിൽ ലിങ്കൺ ആൻഡ് കെന്നഡി 7 അക്ഷരങ്ങൾ വീതം. വിധി അവർക്ക് നൽകിയ വ്യക്തിപരമായ വേദനകളും സമാനമായിരുന്നു. വൈറ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട പിതാക്കന്മാരായിരുന്നു അവർ. ആയുസിന്റെ അന്ത്യവും മരണത്തിന്റെ രീതിയും പോലും ഒരേ തൂലികയാൽ എഴുതപ്പെട്ടതുപോലെ തോന്നാം. വെള്ളിയാഴ്ചകളിലായിരുന്നു ഇരുവരുടെയും അന്ത്യം. രണ്ടുപേരും തലയ്ക്ക് വെടിയേറ്റാണ് മരിച്ചത്. ലിങ്കൺ വെടിയേറ്റത് ഫോർഡ് തിയേറ്ററിൽ വെച്ചാണെങ്കിൽ കെന്നഡി കൊല്ലപ്പെടുമ്പോൾ സഞ്ചരിച്ചിരുന്നത് ഫോർഡ് കമ്പനി നിർമ്മിച്ച ലിങ്കൺ എന്ന കാറിലായിരുന്നു. അന്ത്യനിമിഷങ്ങളിൽ രണ്ടുപേരുടെയും അരികിൽ അവരുടെ ഭാര്യമാരുണ്ടായിരുന്നു. കൊലയാളികളിലേക്ക് നോക്കൂ. ലിങ്കനെ വെടിവെച്ച ജോൺ വിൽസ് ബൂത്ത് ജനിച്ചത് 1839. കെന്നഡിയെ കൊന്ന ലീ ഹാർവി ഓസ്വാൾഡ് ജനിച്ചത് 1939. ബൂത്ത് തിയേറ്ററിൽ വെച്ച് വെടിവെച്ച ശേഷം ഒരു വെയർഹൌസിലേക്ക് ഓടി ഒളിച്ചു. ഓസ്വാൾഡ് ഒരു വെയർഹൌസിൽ നിന്ന് വെടിവെച്ച ശേഷം തിയേറ്ററിലേക്ക് ഓടി ഒളിച്ചു. വിചാരണയ്ക്ക് മുൻപേ 2 കൊലയാളികളും കൊല്ലപ്പെട്ടു എന്നതും മറ്റൊരു വിസ്മയം. അവർക്ക് ശേഷം ഭരണമേറ്റവരും ചരിത്രത്തിന്റെ ഭാഗമായി. രണ്ടുപേരും ജോൺസൺ എന്ന പേരുള്ള വൈസ് പ്രസിഡന്റുമാരായിരുന്നു. ലിങ്കൺ ശേഷം ആൻഡ്രൂ ജോൺസൺ, ജനനം 1808. കെന്നഡിക്ക് ശേഷം ലിൻഡൻ ബി ജോൺസൺ, ജനനം 1908. വീണ്ടും ആ 100 വർഷം കൃത്യമായി ആവർത്തിക്കപ്പെടുന്നു. ഇതെല്ലാം കേവലം യാദൃശ്ചികതയാണോ, അതോ കാലം കരുതിക്കൂട്ടി ഒരുക്കിയ തിരക്കഥയോ? ഉത്തരം കാലത്തിന് മാത്രം അറിയാം. പക്ഷേ ഒന്ന് ഉറപ്പാണ്, എബ്രഹാം ലിങ്കണും ജോൺ എഫ് കെന്നഡിയും വിട പറഞ്ഞത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരിക്കലും മുടങ്ങാത്ത മുറിവുകൾ ബാക്കിയാക്കിയാണ്. തങ്ങൾ വിശ്വസിച്ച സത്യത്തിന് വേണ്ടി ജീവൻ നൽകിയ 2 ധീരജന്മങ്ങൾ.